അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോൾ നമ്മുടെ പാഠം തോത്തേക്ക് ചാലാക്കി തത്തയുടെ കുതന്ത്രം അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കി വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഏതായാലും ഇതിൻ്റെ രണ്ടാം പാർട്ടിലേക്ക് എടുക്കാം. നോക്കിക്കോ, നമ്മുടെ കച്ചവടക്കാരന് അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയാണ്. ഓരോരുത്തരോടും അവർക്ക് ഉള്ള സന്ദേശം, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെ ഓരോരുത്തരോടും ചോദിക്കുകയാണ്. അങ്ങനെ ഒരാൾ അവരുടേതായ ആവലാതികളും വേവലാതികളും അവർക്ക് പറയാനുള്ള സന്ദേശങ്ങളൊക്കെ പറഞ്ഞയക്കുകയാണ്. കൂട്ടത്തിൽ ഒരു തത്തയും അതിൻ്റെ സന്ദേശം പറയുകയാണ് അല്ലേ. ഇനി നോക്കാം. സൗദാഗിറിനെ തോते की बात भी लिख ली जब वो सफ़र करते करते हिंदुस्तान की सरहद में दाखिल हुआ तो उसे तोतों का एक झुंड नजर आया. उसने अपनी सवारी रोकी और तोते का सलामो पयाम पहुंचाया. पयाम सुनते ही उन तोतों में से एक तर तरा कर जमीन पर गिरा और ठंडा हो गया. അർത്ഥം നോക്കൂ. സൗദാഗിറിനെ തോത്തേക്ക് ബാത്ത് ബി ലിഖ്ലി. സൗദാഗിർ കച്ചവടക്കാരൻ, വ്യാപാരി, തോത്തേക്ക് തത്തയുടെ ബാത്ത് ബി അതിൻ്റെ കാര്യവും അല്ലെങ്കിൽ അതിൻ്റെ സംസാരവും ലിഖ്ലി എഴുതി, ലിഖ്ന എഴുതുക. ജബ് വോ സഫർ കർത്തേ കർത്തേ അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത് കർത്തേ കർത്തേ എന്ന് പറഞ്ഞെങ്കിൽ ഒരുപാട് യാത്ര ചെയ്തു. ജബ് വോ സഫർ കർത്തേ കർത്തേ അങ്ങനെ കുറേ ദൂരം അദ്ദേഹം യാത്ര ചെയ്തതിനു ശേഷം ഹിന്ദുസ്ഥാൻ കി സർഹദ് മേം ദാഖിൽ ഹുവ ഇന്ത്യയുടെ സർഹദ് മേം, സർഹദ് ബൗണ്ടറി അതിർത്തി, സർഹദ് അതിർത്തിയിൽ ദാഖിൽ ഹുവ അദ്ദേഹം പ്രവേശിച്ചു. അപ്പോൾ അത് തൂ എന്നാണെങ്കിൽ നീ, അപ്പോൾ ഉസെ അദ്ദേഹത്തിന് തോത്തോങ്ക ഏക് ജുണ്ട് നസറായ, തോത്തോങ്ക തത്തകളുടെ ഏക് ജുണ്ട് ഒരു കൂട്ടം നസറായ കണ്ടു. നസറാന കാണുക. ജുണ്ടെങ്കിൽ കൂട്ടം. ഓക്കെ അല്ലേ. ജുണ്ട് കൂട്ടം. അത് സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല. ജീമ് കഴിഞ്ഞിട്ട് ഹ ഉണ്ട്, പിന്നെ നൂന്, പിന്നെ ഡ. ജുണ്ട് കൂട്ടം നസറാന കാണുക. उसने अपनी सवारी रोकी और तोते का सलामो पयाम पहुंचाया. उसने അദ്ദേഹം अपनी सवारी തൻ്റെ സഞ്ചാരം റോക്കി നിർത്തി, റോക്ന നിർത്തുക. അപ്പോൾ തൻ്റെ യാത്ര നിർത്തി. और तोते का सलामो पयाम पहुंचाया ഈ തത്തയുടെ സലാമും അതേപോലെ സന്ദേശവും ഇവർക്ക് എത്തിച്ചു കൊടുത്തു. പहुंचाന എത്തിക്കുക, പയാം സന്ദേശം നോക്കിയതാണ്. പയാം സന്ദേശം, പहुंचाया എത്തിച്ചു കൊടുത്തു. പയാം സുनते ही उन तोतों में से एक तरतरा कर जमीन पर गिरा और ठंडा हो गया. പയാം സുनते ही ഈ സന്ദേശം, സുनते ही കേട്ടപ്പോൾ തന്നെ, സുന്ന എന്നാണ് ഇതിൽ കേൾക്കുക. പയാം സുनते ही ഈ സന്ദേശം കേട്ടപ്പോൾ തന്നെ ഉൻ തോത്തോം സെ ഏക് ആ തത്തകളിൽ നിന്നുള്ള ഒരു തത്ത എന്ത് ചെയ്തു? തർത്തറാക്കർ ജമീൻ പർ ഗിറ. തർത്തറാന പറഞ്ഞെങ്കിൽ വിറക്കുക. തർത്തറാന ആവർത്തിച്ചിട്ടാണ് തർത്തറാന. അവിടെ ഒരു ഞാ ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, മസ്തറായിട്ടാണ് നമ്മൾ അർത്ഥം എഴുതുന്നത്. തർത്തറാന വിറക്കുക. അപ്പോൾ ആ തത്തകളിൽ നിന്നുള്ള ഒരു തത്ത തർത്തറാക്കർ വിറച്ചിട്ട് ജമീൻ പർ ഭൂമിയിൽ, ഗിറ വീണു. ഗിർന വീഴുക. ഗിറ ആണെങ്കിൽ വീണു. ഗിറ വീണു. അവർ ടണ്ടാ ഹോഗയ തണുത്തുപോയി എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി അല്ലേ. മരിച്ചാൽ ശരീരം എന്താവും? ഒന്ന് തണുത്തുറക്കും അല്ലേ. അപ്പോൾ വീണുകൊണ്ട് അപ്പം തന്നെ ഒരു തത്തകളിൽ നിന്നുള്ള ഒരു തത്ത മരിച്ചുപോയി, ഇദ്ദേഹത്തിൻ്റെ സന്ദേശം കേട്ട ഉടനെ. ഓക്കെ, അടുത്ത പേര് വയ്ക്കാം. സൗദാഗിർ കോ ബഹുത് അഫ്സോസ് ഹുआ कि उसने ये पैगाम क्यों पहुंचाया. शायद ये तोता उस तोते का अजीज था, इसीलिए सदमे से गिर कर मर गया. अब वो क्या कर सकता था. बात जो होनी थी वो हो गई. उसने सवारी आगे बढ़ाई. സൗദാഗിർ ബഹുത്ത് അഫ്സോസ് ഹുआ. സൗദാഗിർക്കോ ഈ കച്ചവടക്കാരന്, വ്യാപാരിക്ക് വളരെ ദുഃഖമുണ്ടായി. അഫ്സോസ് ദുഃഖം എന്നതിന് ഒരുപാട് പദങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ ഒന്ന് മാത്രമാണ് അഫ്സോസ്, ദുഃഖം ഹുവ ഉണ്ടായി. കെ എന്തെന്നാൽ ഉസ്നെ അദ്ദേഹത്തിന് ഏ പൈഗാം എന്ത് കാര്യത്തിലാണ് ദുഃഖമുണ്ടായത്? ഏ പൈഗാം ഈ സന്ദേശം, പൈഗാമും സന്ദേശം തന്നെയാണ്. പയാമ് സന്ദേശം, പൈഗാമ് സന്ദേശം, രണ്ടും ഒരേപോലെയുള്ള എന്നാൽ ഒരേ അർത്ഥമുള്ള വേറെ പദങ്ങൾ.
പയാം സന്ദേശം, നേരത്തെ പറഞ്ഞ പൈഗാം അതും സന്ദേശം തന്നെയാണ്. ഏ പൈഗാം, ഈ സന്ദേശം ക്യോ പहुंचाയ, എന്തിനാണ് എത്തിച്ചു കൊടുത്തത്? വെറുതെ പറഞ്ഞത്. ഈ സന്ദേശം ഇവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതില്ലായിരുന്നു. എത്തിച്ചു കൊടുത്തത് കൊണ്ടല്ലേ ഈ തത്ത മരിച്ചത് എന്ന ദുഃഖം അദ്ദേഹത്തിനുണ്ടായി. ഉസ്നെ, അദ്ദേഹം, ഏ പൈഗാം, ഈ സന്ദേശം ക്യോ പहुंचाയ, എന്തിനാണ് എത്തിച്ചു കൊടുത്തത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി. ഷായദ് ഏ തോത്ത ഉസ് തോത്തേക്ക അസീസ് താ, ഷായദ് ഒരു പക്ഷേ ഏ തോത്ത, ഈ മരിച്ച തത്ത, ഉസ് തോത്തേക്ക, ആ തത്തയുടെ, അസീസ് താ, ആരായിരിക്കാം? കൂട്ടുകാരനായിരിക്കാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനായിരിക്കാം, ഏറ്റവും അടുത്ത ആരെങ്കിലും ആയിരിക്കാം, അമ്മയോ അച്ഛനോ മകനോ സഹോദരനോ കൂട്ടുകാരനോ ആരെങ്കിലും ആയിരിക്കാം, ഭാര്യയോ ഭർത്താവോ. അസീസ് പ്രിയപ്പെട്ടവൻ. ഓക്കെ, ഇസിലിയെ, ഇക്കാരണത്താൽ, സ്വദ്മേ സെ ഗിർകർ മർ ഗയ, സ്വദ്മേ സെ, സ്വദ്മ എന്നാണ് ഇതിൽ, മാ കഴിഞ്ഞ ഒരു ഹ ഉണ്ടാവും. സ്വദ്മ പറഞ്ഞെങ്കിൽ മനപ്രയാസം. സ്വദ്മ, അത് എന്തുകൊണ്ട് സ്വദ്മേ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ ഗ്രാമറിൽ പഠിക്കാനുണ്ട്. സ്വദ്മേസെ, മനപ്രയാസം കാരണത്താൽ, ഗിർക്കർ മർഗയ, വീണുകൊണ്ട് മരിച്ചതായിരിക്കാം. സ്വദ്മേസെ, മനപ്രയാസം കാരണത്താൽ, ഗിർക്കർ, വീണുകൊണ്ട്, മർഗയ, മരിച്ചതാണ്. അപ്പോൾ വോ ക്യാ കർ സക്താ താ, പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ വോ ക്യാ കർ സക്താ താ, പക്ഷി മരിച്ചു കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് ക്യാ കർ സക്താ താ, എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? ഒന്നും ചെയ്ത് കാര്യമില്ല, ഒന്നും ചെയ്യാൻ കഴിയൂല അല്ലേ? അപ്പോൾ ക്യാ കർ സക്താ താ, ഇപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാമായിരുന്നു? ഒന്നുമില്ല. ബാത്ത് ജോ ഹോനി തി വോ ഹോ ഗയി, ബാത്ത് ജോ ഹോനി തി, എന്തൊരു കാര്യമാണോ സംഭവിക്കാനുണ്ടായിരുന്നത്, വോ ഹോ ഗയി, അത് സംഭവിച്ചു കഴിഞ്ഞു. ബാത്ത് ജോ, എന്തൊരു കാര്യമാണോ, ഹോനി തി, സംഭവിക്കാനുണ്ടായിരുന്നത്, വോ ഹോ ഗയി, അതെന്തായി? സംഭവിച്ചു കഴിഞ്ഞു. ഉസ്നെ സവാരി ആഗേ ബഡായി, അദ്ദേഹം യാത്ര പിന്നെയും മുന്നോട്ട് കൊണ്ടുപോയി. ഓക്കെ, ആകെ ബഡ്ന അല്ലെങ്കിൽ മുന്നോട്ട് പോവുക. ആകെ ബഡ്ന, മുന്നോട്ട് പോവുക. ആകെ ബഡ്ന, മുന്നോട്ട് പോവുക. അപ്പോൾ യാത്ര മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് ഇവിടെ പറയുന്നത്. സവാരി, തൻ്റെ സഞ്ചാരം, ആകെ ബഡായി, പിന്നെയും മുന്നോട്ട് കൊണ്ടുപോയി. कुछ दिनों के बाद सौदागर वतन लौटा, तोते ने अपने तोहफे के बारे में पूछा. सौदागर ने कहा, इस सिलसिले में मुझे बहुत रंज उठाना पड़ा और तुम्हारी बात कहकर मैं बहुत पछताया. കുച്ച് ദിനോക്കെ ബാദ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, സൗദാഗിർ വത്തൻ ലൗട്ട, ഈ കച്ചവടക്കാരൻ നാട്ടിലേക്ക് ലൗട്ട മടങ്ങി, മടങ്ങി. തോത്തേനെ അപ്പനെ തൊഹ്ഫയ്ക്ക് ബാരമേ പൂച്ച, ഈ തത്ത തൻ്റെ സമ്മാനങ്ങളെക്കുറിച്ച് ചോദിച്ചു. സമ്മാനത്തെക്കുറിച്ച് ചോദിച്ചു. സൗദാഗിറിനെ കഹ, അപ്പോൾ ഈ കച്ചവടക്കാരൻ പറഞ്ഞു, ഈ സിൽസിലമേ മുജെ ബഹുത്ത് റഞ്ച് ഉട്ടാന പടാ, ഈ സിൽസിലമേ, ഈ ഒരു പരമ്പരയിൽ, സിൽസില പരമ്പര, ഈ സിൽസിലമേ, ഈ പരമ്പരയിൽ, മുജെ, എനിക്ക് ബഹുത്ത് റഞ്ച് ഉട്ടാന പടാ, എനിക്ക് ഒരുപാട് ദുഃഖങ്ങൾ സഹിക്കേണ്ടി വന്നു. റഞ്ച്, ദുഃഖം, വേദന, ദുഃഖം. നേരത്തെ പറഞ്ഞ അഫ്സൂസ്, അതേ അർത്ഥമാണ് റഞ്ച്, വേദന അല്ലെങ്കിൽ ദുഃഖം, വിഷമം അല്ലെങ്കിൽ വേദന അല്ലെങ്കിൽ ദുഃഖം, അതിനുള്ള മറ്റൊരു പദമാണ് റഞ്ച്. മുജ, എനിക്ക് ബഹുത്ത് റഞ്ച്, ഒരുപാട് വേദനകൾ, ഉട്ടാന പട, സഹിക്കേണ്ടി വന്നു. और तुम्हारी बात कहकर मैं बहुत पछताया, നിന്റെ കാര്യങ്ങൾ, നിന്റെ വാക്കുകൾ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പശ്ചാത്താപമുണ്ടായി. പശ്ചാന പറഞ്ഞാൽ പശ്ചാത്തപിക്കുക, പശ്ചാത്തപിക്കുക. ഓക്കെ, പശ്ചാത്തപിക്കുക. ആഖിർ, ലാസ്റ്റ് ഒരു രണ്ടുപേരും കൂടി നിൽക്കുക. ആഖിർ ഐസി कौन सी बात थी जिससे आपको सदमा उठाना पड़ा, तोते ने पूछा. ആഖിർ, അവസാനം, ഐസി कौन सी बात थी, ഇങ്ങനെയുള്ള എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നത്? ആഖിർ, അവസാനം. അത് ആഖിർ ഉണ്ടെങ്കിൽ അവസാനം ഉണ്ടെങ്കിൽ സാധാരണ ഉറുദുവിൽ സംഭാഷണത്തിൽ പറയലുണ്ട്. എന്താണ് ഉണ്ടായത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ തുടക്കത്തിൽ പറയും. അർത്ഥം വെക്കുമ്പോൾ ആഖിർ അവസാനം എന്ന് വെക്കേണ്ടി വരും, അത്ര തന്നെ. ആഖിർ ഐസി कौन सी बात थी, ഇങ്ങനെ പറയാൻ മാത്രം എന്ത് കാര്യമാണ് ഉണ്ടായത്? ആഖിർ ഐസി कौन सी बात थी, എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നത്? ജിസ്സെ, ഈ കാര്യത്തിൽ, ആപ്കോ, താങ്കൾക്ക്, സദമ ഉട്ടാന പടാ, സദമ പറഞ്ഞെങ്കിൽ മനപ്രയാസം, അപ്പോൾ സദമ, റഞ്ച്, അഫ്സോസ് അല്ലേ, എല്ലാം ഏകദേശം ഒരേ അർത്ഥമാണ്. സദമ, മനപ്രയാസം. സദമ പറയുമ്പോൾ ഒന്നും കൂടി, കുറച്ചും കൂടി വലിയ പ്രയാസം. ഇംഗ്ലീഷിൽ ഡിലെമ്മ എന്നല്ല പറയില്ലേ, ശക്തമായ മനപ്രയാസം.
ആഖിർ ഐസി കോൺസി ബാത്തി, അവസാനം എന്തുണ്ടായി ജിസ്സെ ഈ കാര്യത്തിൽ ആപ്കോ സദ്മ ഉട്ടാന പടാ, നിങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാവാൻ മാത്രം എന്ത് കാര്യമാണ് ഉണ്ടായത്? തോത്തേനെ പൂച്ച, ആര് ചോദിച്ചു? തത്ത ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഇത്ര ഇന്ന് മതി. പിന്നെ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ എല്ലാവരും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ നിരന്തരമായി ഇത് കേൾക്കണം. അപ്പോൾ കുറേ വട്ടം കേട്ടുകൊണ്ട് നിങ്ങൾ അർത്ഥം എഴുതണം. ആ അർത്ഥം സെപ്പറേറ്റ് ആയിട്ട് എഴുതി തരാത്തത് നിങ്ങൾ അതിനെ മാത്രം ആശ്രയിച്ച് ക്ലാസ് കേൾക്കാതിരിക്കുമോ എന്ന ആശങ്ക കൊണ്ടാണ്. നിർബന്ധമായി ക്ലാസ് കേട്ടുകൊണ്ട് തന്നെ അർത്ഥം എഴുതണം. ഓക്കെ, ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ് അധികരിപ്പിച്ച് തരട്ടെ. വേണമെങ്കിൽ ഒരിക്കലും കൂടി ഞാൻ വായിച്ചു തരാം. सौदागर ने तोते की बात भी लिख ली। जब वो सफ़र करते करते हिंदुस्तान की सरहद में दाखिल हुआ तो उसे तोतों का एक झुंड नजर आया। उसने अपनी सवारी रोकी और तोते के सलामों पैगाम पहुंचाया। पैगाम सुनते ही उन तोतों से एक थरथरा कर जमीन पर गिरा और ठंडा हो गया। सौदागर को बहुत अफसोस हुआ कि उसने ये पैगाम क्यों पहुंचाया। शायद ये तोता उस तोता का अजीज था, इसीलिए सदमे से गिर कर मर गया। अब वो क्या कर सकता था, बात जो होनी थी वो हो गई। उसने सवारी आगे बढ़ाई। कुछ दिनों के बाद सौदागर वतन लौटा। तोते ने अपने तोहफे के बारे में पूछा। सौदागर ने कहा, इस सिलसिले में मुझे बहुत रंज उठाना पड़ा और तुम्हारी बात कहकर मैं बहुत पछताया। पछताना पश्चातापिക്കുക, പശ്ചാത്താന പശ്ചാത്തപിക്കുക, ഖേദിക്കുക, ദുഃഖിക്കുക, ഖേദിക്കുക, പശ്ചാത്താന ഖേദിക്കുക. आखिर ऐसी कौन सी बात थी जिससे आपको सदमा उठाना पर, सदमा മനപ്രയാസം, സദമ ഉട്ടാന മനപ്രയാസം ഉണ്ടാവുക. തോത്തേനെ പൂച്ച. ഓക്കെ, പശ്ചാത്താന പശ്ചാത്തപിക്കുക.